അരനൂറ്റാണ്ടിന് ശേഷം മനുഷ്യനെ ചന്ദ്രന്റെ സമീപത്തെത്തിച്ച നാസയുടെ ആർട്ടിമിസ് 2 ദൗത്യം വിജയകരമായി അവസാനിച്ചിരിക്കുകയാണ്. ദൗത്യസംഘം ഭൂമിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. 10 ദിവസം നീണ്ടുനിന്ന ചന്ദ്രയാത്രയ്ക്ക് ശേഷം ഇന്ത്യൻ സമയം രാവിലെ 6 മണിയോടെ പസഫിക് സമുദ്രത്തിലാണ് പേടകം സ്പ്ലാഷ് ഡൌൺ ചെയ്തത്. അരനൂറ്റാണ്ടിനിപ്പുറം മനുഷ്യനെ വഹിച്ച് ചന്ദ്രനെ ചുറ്റിയ ദൗത്യമെന്ന പെരുമ നേടിയാണ് ആർട്ടിമിസ് 2 അവസാനിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ത്യൻ സമയം 5:37ഓടെയാണ് യുഎസിലെ കാലിഫോർണിയയ്ക്ക് സമീപം പസഫിക് സമുദ്രത്തിലേക്ക് ഇത് സ്പ്ലാഷ് ഡൌൺ ചെയ്യുന്നത്. അപ്പോളോ ദൗത്യങ്ങൾക്ക് ശേഷം മനുഷ്യൻ ചന്ദ്രനിലേക്ക് നടത്തിയ ഏറ്റവും വലിയ കുതിപ്പിന്റെ ഒരു ശുഭസമാപ്തി കൂടിയാണ് ആർട്ടിമിസ് 2 ഭൂമിയിലേക്ക് തിരിച്ചെത്തുമ്പോൾ സ്പ്ലാഷ് ഡൌൺ ചെയ്യുമ്പോൾ നമ്മൾ നേരിട്ട് കാണുന്നത്. യുഎസിൽ നിന്നുള്ള റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കൂക്ക്, കാനഡക്കാരനായ ജെറമി ഹാൻസൺ എന്നിവരാണ് തിരികെ എത്തിയത്. യുഎസ് നാവികസേനയും റെസ്ക്യൂ ടീമും അടക്കം പേടകത്തിനടുത്തെത്തി. മറ്റ് നടപടിക്രമങ്ങളൊക്കെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ പുറത്തെത്തിക്കേണ്ട നടപടിക്രമങ്ങളൊക്കെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. USS ജോൺ പി മർത്ത എന്ന റെസ്ക്യൂ കപ്പലാണ് പേടകം വീണ്ടെടുക്കാനായി ഈ പേടകത്തിനടുത്തേക്ക് എത്തിയിട്ടുള്ളത്. യാത്രക്കാരെ പേടകത്തിൽ നിന്ന് കപ്പലിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂറിൽ ഏകദേശം 40,000 കിലോമീറ്റർ വേഗത്തിലായിരുന്നു ഈ ഒറിയോൺ പേടകം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചത്. ഈ സമയത്ത് പേടകത്തിന് ചുറ്റും 2800 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. ദൗത്യത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ പേടകത്തിന്റെ ക്രൂ ക്യാപ്സ്യൂൾ, അതായത് ഈ യാത്രികർ ഇരിക്കുന്ന ഭാഗം വേർപെട്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഒരു തീഗോളമായി പ്രവേശിക്കുകയാണ് ചെയ്യുക. അതിനുശേഷം ഈ പേടകത്തിലെ താപകവചം ഈ സമയം ഇവർക്ക് സംരക്ഷണം ഏകുന്ന ഒരു ഘട്ടമുണ്ടാകും. കാരണം അത്രയധികം ചൂടായിരിക്കും അവർക്ക് ആ സമയത്ത് അനുഭവപ്പെടുന്നുണ്ടാവുക. പിന്നാലെ ഘർഷണം കുറയ്ക്കാനും വേഗത നിയന്ത്രിക്കാനുമായി വിടർത്തുന്ന പാരഷൂട്ടുകളുടെ സഹായത്തോടെയായിരിക്കും ഈ പേടകം കടലിലേക്ക് പതിക്കുന്നുണ്ടാവുക. അങ്ങനെ കടലിലേക്ക് പതിച്ചതിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്നത് തൊട്ട് ഈ സമുദ്രപതനം വരെ 15 മിനിറ്റ് സമയമാണ് ഈ ഭൂമിയിലേക്ക് സ്പ്ലാഷ് ഡൗൺ ചെയ്യാനായി ഈ പേടകത്തിന് വേണ്ടി വന്നത്. ഇതിനെയാണ് നമ്മൾ സ്പ്ലാഷ് ഡൗൺ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു പ്രോസസ്സിനെ, അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നത് തൊട്ട് കടലിലേക്ക് പതിക്കുന്നത് വരെയുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്പ്ലാഷ് ഡൗൺ എന്ന് പ്രധാനമായും പറയുന്നത്. ഏപ്രിൽ 1-നായിരുന്നു ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ഇവരുടെ ചാന്ദ്രയാത്ര തുടങ്ങിയത്. ഇപ്പോൾ 10 ദിവസം പിന്നിടുന്നു. ആകെ 11 ലക്ഷം കിലോമീറ്ററാണ് ഈ പേടകം സഞ്ചരിച്ചത്. ഇപ്പോൾ അതിൽ നിന്ന് യാത്രികരെ പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒറിയോൺ 2 ഇപ്പോൾ വിജയകരമായി സ്പ്ലാഷ് ഡൗൺ ചെയ്തിരിക്കുന്നു. യാത്രികരെ ഇപ്പോൾ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വാർത്തയിലേക്ക് തന്നെ നമുക്ക് മടങ്ങിയെത്താം. കൂടുതൽ വിവരങ്ങളുമായി അജി നമ്മോടൊപ്പം ചേരും.